ലോക സിനിമയുടെ നെറുകയിൽ ഒരു ഇന്ത്യൻ പേര് വീണ്ടും തരംഗമാവുകയാണ്. She is none other than Priyanka Chopra. Let's welcome Priyanka Chopra. ലോക മാധ്യമങ്ങൾ ഒന്നടങ്കം ആഘോഷിച്ച ആ വാർത്ത ഇതായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ ബ്രഹ്മാണ്ഡ സംവിധായകൻ SS രാജമൗലിയുടെ പുതിയ ചിത്രമായ വാരണസിയിലൂടെ പ്രിയങ്ക ചോപ്ര ഇന്ത്യൻ സിനിമയിലേക്ക് ഒരു രാജകീയ തിരിച്ചുവരവ് നടത്തുന്നു. മന്ദാകിനി എന്ന ശക്തമായ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയ ഇളകിമറിഞ്ഞു. ഹോളിവുഡ് കീഴടക്കി ലോകത്തിന്റെ ഐക്കണായി മാറിയതിനു ശേഷമുള്ള ഈ തിരിച്ചുവരവ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും സ്വന്തം മണ്ണിലേക്ക് തിരികെ വരാൻ മടിക്കാത്ത ഒരു യഥാർത്ഥ ഗ്ലോബൽ സൂപ്പർ സ്റ്റാറിന്റെ ഓർമ്മപ്പെടുത്തൽ. 2025 ഒക്ടോബറിൽ ന്യൂയോർക്കിനെ ഇളക്കിമറിച്ച ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് എന്ന പേരിൽ നടന്ന ദീപാവലി ആഘോഷ രാവിൽ പ്രിയങ്കയായിരുന്നു മുഖ്യ ആകർഷണം. സുഹൈർ മുറാദ് ഡിസൈൻ ചെയ്ത വസ്ത്രത്തിൽ ഒരു രാജ്ഞിയെ പോലെ അവർ വേദിയിലെത്തിയപ്പോൾ അത് വെറും ഒരു ഫാഷൻ ഇവന്റ് ആയിരുന്നില്ല. സൗത്ത് ഏഷ്യൻ പ്രതിഭകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ക്യാമ്പയിന്റെ മുഖമായിരുന്നു പ്രിയങ്ക. സ്വന്തം സംസ്കാരത്തെ ലോകവേദിയിൽ എത്ര അഭിമാനത്തോടെ കൊണ്ടു നടക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പ്രിയങ്ക മാറി. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ലോകം മുഴുവൻ ആരാധിക്കുന്ന ഈ പ്രിയങ്ക ചോപ്ര ആരായിരുന്നു അവർ? ജംഷഡ്പൂരിൽ ഒരു സാധാരണ പട്ടാളക്കാരന്റെ മകളിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്കുള്ള ആ യാത്ര അവിശ്വസനീയമായിരുന്നു. ഇന്ത്യൻ ആർമിയിലെ ഡോക്ടർമാരായ അശോക് ചോപ്രയുടെയും മധു ചോപ്രയുടെയും മകളായി 1982 ജൂലൈ 18 ജനിച്ച ഒരു സാധാരണ പെൺകുട്ടി. അച്ഛന്റെ ജോലി കാരണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടായിരുന്നു അവളുടെ കുട്ടിക്കാലം. ഓരോ പുതിയ സ്ഥലത്തും പുതിയ സ്കൂളിലും അവൾക്ക് പുതിയ തുടക്കങ്ങൾ ആവശ്യമായിരുന്നു. ഈ അനുഭവങ്ങൾ ചെറുപ്പത്തിലേ അവളെ ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനായിട്ട് പഠിപ്പിച്ചു. എന്നാൽ ജീവിതം മാറിമറിയാൻ പോകുന്ന നിമിഷം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2000 ലണ്ടനിലെ മില്ലേനിയം ഡോമിൽ വെച്ച് നടന്ന ലോക സുന്ദരി മത്സരത്തിന്റെ വേദി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സുന്ദരിമാർ അണിനിരന്നപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആ 18 വയസ്സുകാരുടെ ആത്മവിശ്വാസം എല്ലാവരെയും അതിശയിപ്പിച്ചു. അവസാന റൗണ്ടിൽ ആ ചോദ്യവും അവരുടെ ബുദ്ധിപരമായ മറുപടിയും ചരിത്രമായി. പ്രിയങ്ക ചോപ്ര, മിസ് വേൾഡ് 2000. Miss World 2000 is Miss India. ആ പ്രഖ്യാപനം മുഴങ്ങിയപ്പോൾ അതൊരു പുതിയ താരത്തിന്റെ ഉദയമായിരുന്നു. ലോകം ആ ഇന്ത്യൻ സൗന്ദര്യത്തെ നോക്കി നിന്നു. ആ കിരീടം ബോളിവുഡിലേക്കുള്ള അവളുടെ ടിക്കറ്റായിരുന്നു. 2003 ദി ഹീറോ ദ ലവ് സ്റ്റോറി ഓഫ് എ സ്പൈ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അന്ദാസ്, മുച്ച ശാന്തി കരോഗി, ക്രിഷ്, ഡോൺ തുടങ്ങിയ സിനിമകളിലൂടെ പ്രിയങ്ക ബോളിവുഡിലെ മുൻനിര നായികയായി. എന്നാൽ വെറും ഒരു ഗ്ലാമർ താരം മാത്രമായി ഒതുങ്ങാൻ പ്രിയങ്ക തയ്യാറായിരുന്നില്ല. ഫാഷൻ എന്ന സിനിമയിൽ അഭിനയത്തിന് ദേശീയ അവാർഡ് നേടിയപ്പോൾ പ്രിയങ്കയിലെ അഭിനയ പ്രതിഭയെ ലോകം അംഗീകരിച്ചു. ബർഫി, മേരി കോം, ബാജിറാവു മസ്താനി തുടങ്ങിയ സിനിമകളിലെ പ്രകടനങ്ങൾ അവരുടെ കരിയറിലെ നാഴികക്കല്ലുകളായി മാറി. ബോളിവുഡിൽ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് പ്രിയങ്ക ആരും പ്രതീക്ഷിക്കാത്ത തീരുമാനമെടുത്തത്. ഹോളിവുഡ് അതൊരു വലിയ റിസ്ക് ആയിരുന്നു. പലരും പരിഹസിച്ചു, എഴുതിത്തള്ളി. എന്നാൽ തോൽക്കാൻ പ്രിയങ്ക തയ്യാറായിരുന്നില്ല. 2015 ക്വാണ്ടിക്കോ എന്ന അമേരിക്കൻ TV സീരീസിലെ നായികയായി അവൾ ചരിത്രം കുറിച്ചു. ഒരു അമേരിക്കൻ പ്രൈം ടൈം സീരീസിൽ പ്രധാന വേഷം ചെയ്യുന്ന ആദ്യത്തെ സൗത്ത് ഏഷ്യൻ നടിയായി പ്രിയങ്ക മാറി. ലോകം മുഴുവൻ അവളെ അലക്സ് പാരിഷ് എന്ന് വിളിച്ചു. അത് തുടക്കം മാത്രമായിരുന്നു. ബേവാച്ച് എന്ന സിനിമയിൽ ദി റോക്ക് ഡ്വെയ്ൻ ജോൺസന്റെ വില്ലനായി അഭിനയിച്ചുകൊണ്ട് ഹോളിവുഡ് സിനിമയിലും അവൾ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. അഭിനയം മാത്രമല്ല, സംഗീതം, നിർമ്മാണം, എഴുത്ത്, കൈവച്ച മേഖലകളിലെല്ലാം അവൾ വിജയം കണ്ടു. സ്വന്തമായൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി. പ്രാദേശിക ഭാഷകളിലെ സിനിമകളെ പ്രോത്സാഹിപ്പിച്ചു. യുണിസെഫിന്റെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡർ എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തി. തിരക്കിട്ട കരിയറിനിടയിൽ അമേരിക്കൻ ഗായകൻ നിക് ജൊനാസുമായുള്ള പ്രണയവും വിവാഹവും ലോകം ആഘോഷിച്ചു. 2 സംസ്കാരങ്ങളുടെ ഒന്നിക്കലായിരുന്നു അത്. പ്രായ വ്യത്യാസത്തിന്റെ പേരിൽ വിമർശിച്ചവർക്ക് മുന്നിൽ അവർ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ച് മാതൃകയായി. വാടക ഗർഭപാത്രത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ ഒരമ്മ എന്ന നിലയിലും അവൾ പുതിയൊരു അധ്യായം തുടങ്ങി. അപ്പോൾ എന്താണ് പ്രിയങ്ക ചോപ്ര എന്ന ഇൻസ്പിറേഷൻ? അത് വെറും സൗന്ദര്യമോ ഭാഗ്യമോ അല്ല. ജംഷഡ്പൂരിൽ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നു വന്ന ഒരു പെൺകുട്ടിയുടെ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഥയാണത്. ഓരോ തവണ വീണപ്പോഴും കൂടുതൽ ശക്തിയോടെ എഴുന്നേറ്റ് നിന്നതിന്റെ കഥ. കിട്ടുന്ന അവസരങ്ങളെല്ലാം പൊന്നാക്കി മാറ്റിയ ഒരു പോരാളിയുടെ കഥ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതിലല്ല, നിങ്ങൾ എവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതിലാണ് കാര്യമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു യഥാർത്ഥ ഐക്കൺ. ഇന്ന് രാജമൗലിയുടെ സിനിമയിലൂടെ ഇന്ത്യൻ സിനിമയിലേക്ക് തിരികെ വരുമ്പോൾ അതൊരു സാധാരണ തിരിച്ചുവരവല്ല. അത് ലോകം കീഴടക്കി സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു രാജ്ഞിയുടെ വരവാണ്. പ്രിയങ്ക ചോപ്രയുടെ ജീവിതം നിങ്ങളെയും ഇൻസ്പയർ ചെയ്തുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഇനി കാണുന്നത് വരെ സൈനിങ് ഓഫ് ലേൺ ബഡ്ജറ്റ്.